തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും വിവാദങ്ങൾ പുകയുകയാണ്. ഇപ്പോൾ AIDMK സംഘടിപ്പിച്ച സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു നേതാവിന്റെ വാക്കുകളാണ് വിവാദമാകുന്നത്. മറ്റാരുമല്ല, AIADMKയുടെ നേതാവ് CV ഷൺമുഖന്റെ വാക്കുകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായ ഒരു വേദിയിൽ അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ നടിയായ നയൻതാരയെ അപമാനിക്കുകയായിരുന്നു. എന്തിനാണ് അദ്ദേഹം നയൻതാരയെ അപമാനിച്ചത്? തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അപമാനിക്കാൻ വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളെ പരിഹസിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നയൻതാരയെ അപമാനിക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. അനാവശ്യമായി നയൻതാരയെ പോലൊരു നടിയെ ഇതിലേക്ക് വലിച്ചഴിച്ചതിനെതിരെ കൂടുതൽ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയുന്നതിൽ തമിഴ്നാട് സർക്കാർ പരാജയമെന്ന് ആരോപിച്ചുകൊണ്ട് AIDMK സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിലായിരുന്നു വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഒരു പഴയ പ്രസ്താവനയെ കളിയാക്കാനാണ് ഷൺമുഖം ശ്രമിച്ചത്. ജനങ്ങൾക്ക് എന്ത് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സർക്കാരിനെ അറിയിക്കാം, അവ നിറവേറ്റാൻ സർക്കാർ കൂടെ ഉണ്ടാകും എന്നായിരുന്നു സ്റ്റാലിന്റെ വാക്കുകൾ. ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഷൺമുഖം ചോദിച്ചത് ഇങ്ങനെയാണ്: അബ്ദുൽ കലാം നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞു, സ്റ്റാലിനും പറയുന്നു സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ. എനിക്ക് നയൻതാര വേണമെന്ന് ഞാൻ പറഞ്ഞാൽ സ്റ്റാലിൻ അത് നടത്തി തരുമോ? ഒരാൾക്ക് നയൻതാര വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് സാധിച്ചു കൊടുക്കുമോ? ഈ പ്രസംഗം നടന്നപ്പോൾ വേദിയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു എന്നതാണ് മറ്റൊരു ഖേദകരമായ കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച ഒരു സ്ഥലത്താണ് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്. സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ഇത് വലിയ രോഷം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പലരും ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ജയലളിതയുടെ പടം പോക്കറ്റിൽ വച്ചു നടക്കുന്ന നിങ്ങൾക്ക്, അത് പറഞ്ഞ് രാഷ്ട്രീയം പറയുന്ന നിങ്ങൾക്ക്, അത് പറഞ്ഞ് നിങ്ങൾ ജയിപ്പിക്കണമെന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു സ്ത്രീയെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ അപഹസിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നാണ്. സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നവരുടെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിക്കുന്നത്. വിഷയം രാഷ്ട്രീയമായും വലിയ ചർച്ചയായി കഴിഞ്ഞു. DMKയും മറ്റു സന്നദ്ധ സംഘടനകളും ഷൺമുഖനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പരാമർശങ്ങൾ നടത്തിയ നേതാവിനെതിരെ കേസെടുക്കണമെന്നും പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. ഇതിനോടകം തന്നെ തമിഴ്നാട് പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചതായാണ് സൂചന. നയൻതാരയെ പോലെ ഒരു പ്രമുഖ നടിയെ പരസ്യമായി അപമാനിച്ചതിലൂടെ സിനിമാ മേഖലയിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ടത് ആശയങ്ങളിലൂടെയാണ്, അത് വ്യക്തിഹത്യയിലൂടെയോ ലിംഗവിവേചനം നടത്തിയോ അല്ല. സ്ത്രീകളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.